നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികളായിരിക്കുമ്പോൾ മുതൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ആണല്ലോ മുന്നോട്ട് വരുന്നത്. നമ്മൾ ചിരിക്കാൻ പഠിച്ചു, നമ്മൾ എഴുതാൻ പഠിച്ചു, വായിക്കാൻ പഠിച്ചു, അതുപോലെ നടക്കാൻ പഠിച്ചു, ഓടാൻ പഠിച്ചു, അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു, കാർ ഓടിക്കാൻ, ബൈക്ക് ഓടിക്കാൻ, അങ്ങനെ നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഒരു യുവത്വമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ പഠനം വളരെ സ്ലോ ആയി മാറുന്നു. ഈ സ്ലോ ആയി മാറുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളും അതേപോലെ സ്ലോ ആവും. കാരണം നമ്മൾ നടക്കാൻ പഠിക്കുന്നത് വളരെ വേഗത്തിലായിരിക്കും, ഓടാൻ പഠിക്കുന്നത് വേഗത്തിലായിരിക്കും, ബൈക്ക് ഓടിക്കുന്നത് അങ്ങനെ ഒരു സമയം കഴിഞ്ഞ് നമ്മുടെ പഠനം നിന്നു പോകുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളും ഒന്ന് സ്ലോ ആയി വരും. എന്നാൽ നമുക്കൊക്കെ ആഗ്രഹമുള്ള കാര്യമാണ് ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരണം. അതങ്ങനെ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ ഒന്നാമതായി പഠിക്കേണ്ടത് എങ്ങനെയാണ് ലോകത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്, അതായത് കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പഠിക്കണം. അതിന് ചില വഴികളുള്ളത് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ സ്വയം ചെയ്തു നോക്കി പഠിക്കാം, അല്ലെങ്കിൽ ചെയ്ത ആളുകളെ നോക്കി പഠിക്കാം. അത് രണ്ട് രീതിയിൽ പഠിക്കാം. ഫെയിലായ ആളുകളെയും നോക്കാം, സക്സസ് ആയ ആളുകളെയും നോക്കാം. ആയ ആളുകളെ നോക്കിയിട്ട് നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെ അത് ചെയ്യരുത് എന്നതാണ്. സക്സസ് ആയ ആളുകളെ നോക്കി അവരെ ഫോളോ ചെയ്ത് അവരെങ്ങനെ ചെയ്തുകൊണ്ട് ആണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് പഠിക്കാം. നമുക്ക് വേണ്ടത് ചിലപ്പോൾ സക്സസ് ആയിരിക്കാം. സക്സസ് വേണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് സക്സസിനെ കുറിച്ചാണ്. സക്സസ് എങ്ങനെ ഉണ്ടാക്കാം, അതിനെ പറ്റിയുള്ള പുസ്തകങ്ങൾ വായിക്കാം. അത് മറ്റുള്ളവർ നടത്തിയിട്ടുള്ളത് എങ്ങനെയെന്ന് നോക്കാം. സക്സസ് ആവാത്ത ആളുകളെ നോക്കിയിട്ട് എന്തൊക്കെ ചെയ്തതുകൊണ്ടാണ് അവർ സക്സസ് ആവാത്തത്, അതുകൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യരുത് എന്ന് പഠിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഹാപ്പിനെസ് ആണ് വേണ്ടത് എങ്കിൽ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്ന ആളുകളെ പഠിക്കാം. സന്തോഷത്തോടെ ഇരിക്കാനുള്ള പുസ്തകങ്ങൾ, വീഡിയോസ് എല്ലാം നോക്കി പഠിക്കാം. അതുപോലെ തന്നെ വെൽത്തിനെ പറ്റി പഠിക്കണമെങ്കിൽ വെൽത്ത് എങ്ങനെ ഉണ്ടാകുന്നു, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ആളുകൾ എങ്ങനെയാണ് വെൽത്തി ആയി മാറുന്നത്. വെൽത്തി എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാകുക, അല്ലെങ്കിൽ പണത്തെക്കാൾ ഉപരി എന്താ പറയുക, ആസ്തികൾ ഉണ്ടാവുക എന്നതാണ്. അതായത് നമ്മൾ ജീവിതത്തിൽ ജോലി ചെയ്യുകയാണ്, ഇന്ന് നമുക്ക് പനി പിടിച്ചു ജോലിക്ക് പോയില്ലെങ്കിൽ നമ്മുടെ ശമ്പളം നിൽക്കുന്നു. അപ്പോൾ നമുക്കുണ്ടാകുക നമ്മൾ പണം മാത്രമാണ് ഉണ്ടാക്കുന്നത്, സമ്പത്തല്ല. സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സേവിങ് ചെയ്യണം. പണം കിട്ടുന്നത് മുഴുവൻ ചെലവാക്കാതെ സേവിങ് ചെയ്ത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തും നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ ഉണ്ടാകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഒരുപാട് പേര് കണ്ടുപിടിച്ചിട്ടും ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വായിച്ച് പഠിക്കാൻ പറ്റും. നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതേ അവസ്ഥയാണ് അവസാനം വരെ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഓരോ ആളുകളും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുക, അവരെ അനുകരിക്കാൻ ശ്രമിക്കാം. അവർ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തത് എന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ആളുകൾ എന്താണോ ചെയ്യുന്നത് അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മളും ചെയ്തു നോക്കി അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അടുത്ത കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ നമ്മൾ പടിപടിയായി ഉയർന്നുകൊണ്ടേയിരിക്കും. എല്ലാം ഒറ്റ ദിവസം ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് പതിയെ പതിയെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി പടിപടിയായി, അങ്ങനെ ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും, നമുക്ക് ചെയ്തു നോക്കാനുള്ള കഴിവ് കൂടും. നമുക്ക് ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ആദ്യം തന്നെ ഒരു 100 കിലോ എടുത്ത് പൊക്കുന്നതിന് പകരം ആദ്യം 5 കിലോ എടുക്കുന്നു, പിന്നെ 10 കിലോ എടുക്കുന്നു, അങ്ങനെ പതിയെ പതിയെ കൂട്ടി കൊടുന്ന് നമുക്ക് വലിയ ഭാരം എടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ജീവിതത്തിലെ ചേഞ്ചുകളും. നമ്മൾ പതിയെ പതിയെ ചെയ്ത് പടിപടിയായി നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കരുത്തും ഉന്മേഷവും മനഃശക്തിയും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചുറ്റും നമ്മൾ കണ്ണ് മാത്രം തുറന്നാൽ പോരാ. കണ്ണ് തുറന്നിരുന്നാൽ നമുക്ക് പലതും കാണാൻ കഴിയും, പക്ഷെ അത് ഉള്ളിലേക്ക് അത് മനസ്സിലാക്കാനും അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാനും കഴിയണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി ശ്രദ്ധയോടുകൂടി കാണുക, അതിൽ നിന്നും പലതും ഉൾക്കൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ നല്ല രീതിയിൽ കണ്ണുകൾ തുറന്നു പിടിച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് കിട്ടിയ പഠനം നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ഇന്ന് നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാളെ എന്ന് പറയുന്നത് ഇന്നലത്തെ പോലെ തന്നെ ആയിരിക്കും. പലരും പറയാറുണ്ട്, ഞാൻ കഴിഞ്ഞ 5 വർഷമായി എന്തെങ്കിലും ചെയ്യണം കരുതുന്നു, ബിസിനസ് ചെയ്യണം എന്നൊക്കെ കരുതുന്നു, അല്ലെങ്കിൽ മാറ്റങ്ങൾ പലതും വരുത്തണമെന്ന് കരുതുന്നു.
ഇതുവരെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോഴും അത് തന്നെ അവസ്ഥ. ഇന്ന് മുതൽ നമ്മൾ അതേപോലെ ഇരിക്കുകയാണെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ അത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ കാര്യങ്ങൾ എന്തൊക്കെയാണോ പഠിക്കേണ്ടതെന്ന് പുസ്തകങ്ങൾ നോക്കിയും ഒക്കെ, പുസ്തകങ്ങൾ, യൂട്യൂബ് വീഡിയോസ്, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ, മറ്റുള്ളവരുമായുള്ള കൂട്ടുകൂടലിലൂടെയും ഒക്കെ നമുക്ക് ലഭിക്കും. അപ്പൊ അതിന് നമ്മൾ മനഃപൂർവ്വം ശ്രമിക്കണം. നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആവണം. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് പെരിഷബിൾ ആണ്. അതായത് കുറച്ച് സമയത്തിന് മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും മോട്ടിവേഷൻ നിലനിർത്തിക്കൊണ്ടിരിക്കണം. അതിന് ഏറ്റവും നല്ലത് പുസ്തകങ്ങൾ വായിക്കുക, നല്ല ആളുകളുടെ ഇടയിൽ പോയി ചാടുക. അവര് മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാനോ നമുക്ക് ഉറങ്ങി ഇരിക്കാനോ കഴിയില്ല. അപ്പൊ അങ്ങനെ ആളുകളുടെ ഇടയിൽ പോയിരുന്ന് നല്ല ആളുകളുമായി ബന്ധം സ്ഥാപിച്ച്, സന്തോഷവാന്മാരായ ആളുകളുമായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും. അതുപോലെ ദുഃഖിതരായും നെഗറ്റീവായിരിക്കുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മളെങ്കിൽ നമ്മൾ ദുഃഖത്തോടെയായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക, സന്തോഷത്തോടെയും സക്സസ്ഫുൾ ആയും ഇരിക്കുന്ന ആളുകളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് വിജയിക്കാൻ ശ്രമിക്കുക.